അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അറിവ് നേടുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അറിവ് നേടുകയും ഉപകാരപ്രദമായിട്ടുള്ള അറിവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാവുകയില്ല എന്നുള്ളത്. അതിനാൽ അറിവുള്ളവരാണ് ഏറ്റവും ഉത്തമർ. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് പകർന്നു നൽകുന്നത് അറിവുകൾ നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. അറിവ് നേടുക മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് കൂടെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ നന്നായി പഠിക്കുവാനും വിഷയങ്ങളെ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ബെർണാഡ് ഷാ അറിവ് കൊടുക്കുന്നതിനെ കുറിച്ച് ഉപമിക്കുന്നുണ്ട്. രണ്ട് സുഹൃത്തുക്കൾ, അവരുടെ കയ്യിൽ ഓരോ മാമ്പഴം വീതമുണ്ട്. അവർ പരസ്പരം ആ മാമ്പഴങ്ങൾ കൈമാറുമ്പം ഒരുവന്റെ കയ്യിൽ ഒരു മാമ്പഴം മാത്രമാണ് ഉണ്ടാകുന്നത്. അതായത് എൻ്റെ കയ്യിലൊരു മാമ്പഴമുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലും ഒന്നുണ്ട്. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ രണ്ടാളുടെ കയ്യിൽ വീണ്ടും ഒന്ന് മാത്രമാണ് ഉണ്ടാകുന്നത്. എന്നാൽ എൻ്റെ കയ്യിൽ ഒരു അറിവുണ്ട്, എൻ്റെ സുഹൃത്തിന് ഞാൻ അറിവിനെ സമ്മാനിക്കുന്നു, അവൻ്റെ അറിവിനെ തിരിച്ചും സമ്മാനിക്കുന്നു. എങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് അറിവുകളുണ്ട് എന്നുള്ളതാണ്. അതായത് ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ കൊടുക്കുന്ന സമയം അതൊരിക്കലും നമ്മിൽ ഒരു കുറവും വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് പുതുതായിട്ടുള്ളൊരു കാര്യം കൂടെ സമ്മാനിക്കുകയാണ്. അതിനാൽ അറിവുകൾ അന്വേഷിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക.